അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭൗതികവും പാരത്രികവുമായ സകല സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നാമം പതിവാക്കുക. യാ വഹാബ് യാ അള്ളാ എന്ന അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠമായ നാമമാണ്. അർത്ഥം സർവദാതാവ്, അത്യുദാരൻ എന്നൊക്കെയാണ്. വിശക്കുന്നവനും ദാരിദ്ര്യം കൊണ്ട് അതല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവനും ഈ ഇസ്മിനെ പതിവാക്കുന്നത് കൊണ്ട് അവന് ദാരിദ്ര്യം ഇല്ലാതാകുന്നു. യാ വഹാബു യാ അള്ളാ എന്ന ഇസ്മിനെ പതിവാക്കുന്നത് കൊണ്ട് അയാൾ അറിയാതെ തന്നെ ബുദ്ധിമുട്ടുകൾ നീങ്ങി സുഖജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. വുളൂഓട് കൂടെയാണ് ചൊല്ലാനിരിക്കുന്നതെങ്കിൽ ഇരട്ടി ഫലം ലഭിക്കുന്നു. അശുദ്ധിയുള്ള സമയങ്ങളിലും സ്ത്രീകൾക്ക് ചൊല്ലാവുന്നതാണ്. സുജൂദിൽ കിടന്നുകൊണ്ട് ആരെങ്കിലും ഒരാൾ 7 തവണ ഈ ഇസ്മിനെ പതിവാക്കിയാൽ അള്ളാഹു അയാൾക്ക് ആരെയും ആശ്രയിക്കാത്ത വിധം സമ്പന്നനാക്കുന്നതാണ്. സുലൈമാൻ നബിക്ക് ഭൂലോക ഭരണവും മറ്റും ലഭിച്ചത് ഈ ദിക്ർ കൊണ്ടാണ്. നല്ലത് കേൾക്കുമ്പോൾ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും സാമ്പത്തികമായ വിജയം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ആമീൻ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അള്ളാഹുവെ, വയനാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. അള്ളാഹുവെ, അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.